മലപ്പുറം വൈലത്തൂരിൽ 9 വയസ്സുകാരൻ ഓട്ടോമാറ്റിക് ഗേറ്റിന് ഇടയിൽ കുടുങ്ങി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മുത്തശ്ശിയും ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുട്ടിയുടെ മൃതദേഹം കാണാനായി ആശുപത്രിയിലെത്തിയ മുത്തശ്ശി ആസിയയാണ് മരിച്ചത്. രാത്രി 12 മണിയോടുകൂടിയായിരുന്നു ആസിയ കുഴഞ്ഞു വീണത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഈ ആളില്ലാത്ത ഗേറ്റിൽ എങ്ങനെയാണ് ഈ കുട്ടി കുടുങ്ങി മരിക്കുന്നത് അടക്കമുള്ള നിരവധി സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, പള്ളിയിലേക്ക് പോകാനായി റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറന്ന് അടക്കുന്നതിനിടയിലാണ് ഈ ഗേറ്റിനുള്ളിൽ കുടുങ്ങുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ സംഭവം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് വല്യമ്മ ആസിയ കുഴഞ്ഞു വീണത്. ആശുപത്രിയിലെത്തി മരിക്കുകയും ചെയ്തു. ഹൃദയാഘാതമാണ് മരണകാരണം. തിരൂർ ആലുംചുവട് MET സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച സിനാൻ. 9 വയസ്സാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. സിനാൻ അയൽപക്കത്തെ വീടിന്റെ ഗേറ്റ് തുറന്ന് വീട്ടുപറമ്പിലൂടെ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. പതിവായി ഈ വഴി തന്നെയാണ് പോയിരുന്നത്. ഗേറ്റ് തുറന്നപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ നാട്ടുകാരാണ് സിനാനെ കാണുന്നത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടക്കൽ മിംസ് ആശുപത്രിയിലും എത്തിച്ചിരുന്നു. പിന്നാലെ പക്ഷേ മരണം സംഭവിച്ചിരുന്നു. ഗേറ്റിന് സാങ്കേതിക തകരാർ സംഭവിച്ചതായി സംശയിക്കുന്നുണ്ട്. സെൻസർ ഉള്ള ഗേറ്റ് ആണ്. ഈ വീട്ടിലുള്ളവർ ഹജ്ജിന് പോയതായിരുന്നു. അതേസമയം ഈ വീട് നോക്കി വന്നിരുന്നതും സിനാന്റെ വീട്ടുകാരാണ്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ ഖബറടക്കും. ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും എന്ന ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത് അയൽവാസിയാണ് കണ്ടതല്ലേ? അജിംഷാദ്, തീർച്ചയായും ഈ കുട്ടിയുടെ തലഭാഗം പുറത്തേക്കും ബാക്കിയുള്ള ശരീരം ഗേറ്റിനുള്ളിലുമായി കുടുങ്ങി നിൽക്കുന്നത് അയൽവാസിയാണ് കാണുന്നത്. ഉടൻ തന്നെ ഷോക്കേറ്റ് ആവാൻ മരണമെന്നാണ് ആദ്യം സംശയിച്ചത്. മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ വഴി തന്നെയാണ് ഈ കുട്ടി പതിവായി പോയിരുന്നത്. ഇപ്പോൾ ഈ സെൻസർ കണ്ട് ഈ കൗതുകത്തിൽ കുട്ടി അവിടെ നിന്ന് കാണുമോ എന്നൊക്കെയുള്ള സംശയമാണ് പ്രാഥമികമായി ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. അജിംഷാദ്, ശരി. സ്വാലിഹാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.